കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ
I see the dawn of a new beginning. This time we can't go home. I hear the streets of tomorrow calling. I go where you go. 'Cause we belong to something. We belong to something new. In the midst of the midnight hour, you said to me, we are a different kind. Oh, like we've been kissed by a higher power, saying, don't wait until it's gone. 'Cause we belong to something. We belong to something. We belong to we belong to something. We are the ones that will be remembered, singing. This time we can't go home. Oh, like we've been kissed by a higher power, saying, don't wait until it's gone. I tell you if you need 'em, no. Here is where my heart belongs. Silver threads among the gold, and kisses over Babylon. This is more than a heart can bear. Mercy on me. We belong to something. We belong to something. We belong to something new. We belong to something
Greater than all we see, greater than all we ask. He has done great things. Lifted up, He defeated the grave, raised to life. Our God is able. In His name we overcome. For the Lord our God is able. God is with us. God is on our side. He will make a way. Far above all we know, far above all we hope. He has done great things. Lifted up, He defeated the grave, raised to life. Our God is able. In His name we overcome. For the Lord our God is able. ഭവനത്തിനായി സ്തോത്രം. ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിലൊക്കെ നിങ്ങളോട് വ്യാപരിച്ച ദൈവിക കൃപകൾക്കായി സ്തോത്രം. അതിനുവേണ്ടി അധ്വാനം ചെയ്ത എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ ഭവനത്തിൽ പാർക്കുവാൻ ഒരുങ്ങി സന്നിധിയിലേക്ക് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. സുദൂരങ്ങൾ പാർക്കുന്നവരുടെ സമർപ്പിക്കുന്നു. ശിരസുകൾ വണക്കിരിക്കുന്നവരെ അനുസരിക്കാൻ യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. പ്രശ്നമാകുന്നു.
പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ വസ്തുക്കളുണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 എന്നതങ്ങളെ സ്തുതി. പരിശുദ്ധനാകുന്നു ബലവാനാകാത്തവനെ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിരക്കും സമാധാന ഭവനത്തിൽ വസിക്കുമാറാക്കണമേ. ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ഇതിന്റെ വരോചനകൾ നിന്റെ വിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനും നീതിയുടെ സംരക്ഷണത്തിനുമായിരിക്കണമേ. നിങ്ങൾ നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിന്നെ അഭിവൃദ്ധിപ്പെടുത്തണമേ. വസിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും തങ്ങളുടെ ആയുഷ്കാലങ്ങളിലും ഞങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും മനസ്സുകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കുന്നവരുമായിരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും വീഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പാപികൾക്കായി തുറന്നിരിക്കുന്ന കർണകളുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നതായി വെളിപ്പാക്കുന്ന സോപ്പായും മാലിന്യമുള്ളവരെ വെളുപ്പിച്ച് നിർമ്മലമാക്കുന്ന തളിപ്പുമായിരിക്കണം മസികാതമ്പുരാന്. ഭുവനവാഴ്വിന്റെ നേരത്തെ നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾ നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, ആദ്യ കടിഞ്ഞൂലായ ഹാബേലിന്റെ കാഴ്ച കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കൈക്കൊള്ളണമേ. ഹാനോക്ക് തന്റെ ശുശ്രൂഷയാൽ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. നീതിമാനായ നോഹിന്റെ യാഗത്തിൽ നീ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ അധരങ്ങളുടെ ഫലത്തിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരിക്കണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ നിന്ന് ദുഷ്ടനായ ലജ്ജിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുമാറാകണമേ. ശ്രേഷ്ഠ പുരോഹിതനായ അഹ്റോന്റെ ധൂപത്താൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസന്ത നിരോധിക്കപ്പെട്ടതുപോലെ കഠിന ശിക്ഷകളും കോപത്തിന്റെ വടികളും ഞങ്ങളിൽ നിന്നും നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സ്കറിയായുടെ ശുശ്രൂഷയെങ്കിൽ നിന്റെ പ്രാസംഗികനായ യോഹന്നാനെ പറ്റി ഒരു പ്രത്യാശ ഉണ്ടായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെ രക്ഷയുടെയും പ്രത്യാശകൾക്കുണ്ടാകുമാറാകണമേ. കർത്താവേ, ചുങ്കക്കാരനായ സക്കായോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. കർത്താവെ, ഭാഗ്യവാന്മാരായ സ്നേഹന്മാരുടെ പ്രധാനിയായ ശിമയോന്റെ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേക പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കുറ്റങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ജയം എല്ലായ്പ്പോഴും നൽകണമേ. കത്തുന്ന അഗ്നിചൂളയിൽ വെച്ച് ഹരണീയ മുതലായവരുടെ ബന്ധനങ്ങൾ നീ അഴിച്ചതുപോലെ ദുഷ്ടപിശാചികളുടെ ബന്ധനങ്ങളെ ഞങ്ങൾ നഴിക്കണമേ. നിന്റെ പട്ടക്കാരെ ശുശ്രൂഷകന്മാർ നിന്റെ ഇഷ്ടം ചെയ്യുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ സത്യമുള്ളവരായിരിക്കാനും നിന്റെ വചനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിപ്പാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കർത്തൃത്വ സംബന്ധവും ജീവപ്രദങ്ങളുമായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനൊക്കെ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിനു വേണ്ടിയും
ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങളും കരുണയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഈ സമയത്തിന്റെ അടിയാരാ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസേന പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ മേറ്റസ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകളിൽ നിന്ന് നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഭാവികളോട് കരുണയുള്ളവനും ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, തിരുവുള്ളമുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുഹായും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റും ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. 2 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹന്മാരുടെ ഒരു സ്തുതി കർത്താവേ, കൃപ നൽകണമേ. എന്നാൽ വിശ്വസിച്ചവരുടെ കൂട്ടം മനസ്സ് മേഘവിചാരന്മാരുള്ളവരായിരുന്നു. അവരിൽ ഒരുത്തനാനുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സകലവും പൊതുവിലായിരുന്നു. സ്ലീഹന്മാർ ഈശോമശിഹായുടെ പുനരുദ്ധാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നവർ അവയെ വിൽക്കുന്നതിന്റെ വില കൊണ്ടുവന്ന് സ്ലീഹന്മാർക്ക് കാൽക്കൽ വെച്ചിരിക്കുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുത്തുമിരിക്കുന്നു. സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയമല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനമല്ല അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് ഏവൻഗേലിയസിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ ഏവൻഗേലിയോൻ. കന്യക മറിയാമിൽ നിന്ന് ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ നടപടിയുടെ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. അവൻ യെരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രധാനിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ ഈശോ തമ്പുരാൻ എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായി ശരീര വളർച്ചയിൽ കുറിയവനായിരുന്നത് കൊണ്ട് പുരുഷാരമത്വം കഴിഞ്ഞില്ല. താൻ ആ വഴി കടന്നു പോകേണ്ടിരുന്നത് കൊണ്ട് അവൻ ഓടി ഈശോ തമ്പുരാന് മുമ്പിൽ കടന്നു. തന്നെ കാണുവാനായിട്ട് കാട്ടത്തിൽ വൃക്ഷത്തിൽ കയറി. ഈശോ തമ്പുരാൻ ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടവനോട് സക്കായിയെ വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നുവെന്ന് അരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്നു, സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ അവർ എല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ അകത്തു ചെന്ന് പാർത്തു എന്ന് പറഞ്ഞ് പെറുപെറുത്തു. എന്നാൽ സക്കായി നിന്ന് ഈശോ തമ്പുരാനോട്, ഇതാ എന്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളത് 4 മടങ്ങായി തിരികെ കൊടുക്കുന്നു എന്ന് ഉണർത്തിച്ചു. ഈശോ തമ്പുരാൻ അവനോട്, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ വീട് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് ജീവിപ്പിക്കാൻ വന്നു എന്ന് അരുളി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സ്വാഭാവികമായ ആഗ്രഹങ്ങളിൽ ഒന്നാണല്ലോ അവൻ. ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇത് മനുഷ്യൻ്റെ അത്യാവശ്യമായ കാര്യങ്ങളിൽ പെടുന്നതാണ്. പ്രകാരം ഒരു ഭവനം നിർമ്മിക്കുവാൻ ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ട മക്കൾ വളരെയേറെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, അധ്വാനം ചെയ്തു. തീർച്ചയായും ദൈവം നൽകാൻ അവരുടെ എല്ലാ അധ്വാനത്തെയും ഇന്ന് ഫലകരമാക്കി ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നൽകാൻ അനുവാദം നൽകി. ഈ ഭവനം നിർമ്മിക്കുവാൻ തക്കവിധം ധാരാളം ആളുകൾ അധ്വാനം ചെയ്തിട്ടുണ്ട്. അവരുടെ വലിയ പ്രയത്നമുണ്ട്, പരിശ്രമമുണ്ട്, അവരുടെ വലിയ സമർപ്പണമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും അധ്വാനത്തിലൂടെയാണ് ഈ മനോഹരമായ ഭവനം പ്രകാരം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇതിനുവേണ്ടി സമ്പത്ത് കണ്ടെത്തുന്ന ആളുകളും അതേപോലെ തന്നെ ഒരുപാട് അധ്വാനിച്ച് ഉണ്ടാക്കിയതായ പണമാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നൽകുന്ന എല്ലാ ദാനങ്ങൾക്കും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ
ഒരിക്കലൂടെ ഞങ്ങളെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെയാണ് നാം ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു കർത്താവ് പ്രവേശിക്കുമ്പോൾ ഇവിടെ സക്കായിയുടെ നല്ല തീരുമാനത്തിൽ യേശു ക്രിസ്തു അവനോട് പറയുന്നത്, ഇവനും അബ്രഹാമിൻ്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. ഒരു വലിയ സന്തോഷം സക്കായി അനുഭവിക്കുമ്പോൾ കർത്താവിനോട് പറയുകയാണ്, ഞാൻ ഇനിയും കുറേ കൂടെ ഈ മനുഷ്യരെയൊക്കെ സ്നേഹിക്കും, കുറേ കൂടെ ഈ മനുഷ്യരെ സ്നേഹിക്കും, കുറേ കൂടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കും. ദൈവം തമ്പുരാൻ ജീവിതത്തിൽ നൽകുന്ന ഓരോ നന്മകൾ, ഓരോ സന്തോഷങ്ങൾ മറ്റു മനുഷ്യരെ കുറേ കൂടെ സ്നേഹിക്കാനും അവരെ കുറേ കൂടെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരവസരമായി തീരട്ടെ. ഞാനും എൻ്റെ ഭവനവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള നല്ല തീരുമാനത്തോടുകൂടെ ഈ ഭവനത്തിൽ പ്രാർത്ഥനയുടെയും പാട്ടിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഭവനമായി തീരുവാൻ ദൈവം തുടർന്നും ഈ ഭവനത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ഭവനത്തിന് അനുഗ്രഹവും നന്മയും കോട്ടയുമായി ഭവിക്കട്ടെ. പ്രത്യേകമായിട്ട് ഈ ഭവനത്തിലെ ഗ്രഹനാഥൻ വിൽസൺ ഇതുവരെയാണല്ലോ, അദ്ദേഹത്തെ നമുക്ക് ദൈവകരം പ്രത്യേകം സമർപ്പിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ നമുക്ക് തുടർന്നും നമ്മുടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് ാരുടെ കർത്താവുമായുള്ള ഈ ഭവനവാഴിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നുവെന്നും നിന്റെ കൃപയും സഹായം കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കെ നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വാഴുകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നുവെന്നും പ്രയാസങ്ങളുടെ ഈ ലോകത്തിൽ ഞങ്ങളെ നടത്തുന്നുവെന്നും തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റു പറഞ്ഞുകൊള്ളുന്നു. മനസ്സിലുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവെ, ഈ വീട് പണിയുന്നതിന് ഇതിന്റെ ഉടമസ്ഥത ചെയ്ത എല്ലാ സഹായങ്ങൾക്ക് വേണ്ടിയും അതിനെ പൂർത്തിയാക്കുന്നതിന് അവനെ നീ ശക്തിപ്പെടുത്തുകയും അവന്റെ സകല പ്രവൃത്തികളിലും അവനെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിലും ഇതുവരെ അവനെ നടത്തുകയും ചെയ്തതിനു വേണ്ടിയും വന്യവും വിശുദ്ധവുമായ നിന്റെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ലെങ്കിൽ അതിന്റെ പണിക്കാർ വൃഥാധ്വാനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കാവൽക്കാർ വൃഥാചാരണം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള വലങ്കൈ എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്ങൾ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വ നന്മകൾക്ക് വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സക്കായിയുടെ വീട്ടിൽ പ്രവേശിച്ച ഇവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി നല്ലിച്ച കർത്താവേ മശിഹായി ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്ന വലങ്കൈ ആവസ്ഥിപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല ദുഷ്ടപെരുമാറ്റങ്ങളെയും ഇവരിൽ നിന്നും തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യം നൽകണമേ. വൈഷമ്യമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ആകൽക്കർസായുടെ എല്ലാ കൗശലങ്ങളും ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കരുണയുടെ കണ്ണാൽ ഈ വാസസ്ഥലത്തെയും ഇതിൽ വാർക്കുന്നവരെയും കടാക്ഷിച്ച് ഇവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്റെ നോട്ടം വിടാതെ രാപ്പകൾ നിന്റെ ചെറിയ കീഴിൽ ഇവരെ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവിതം ചെയ്യുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധന്മാരോടുകൂടെ മഹത്വമുള്ളവയും നിത്യതയുള്ളവയുമായ നിന്റെ വാസസ്ഥലങ്ങൾ വസിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റും. ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്ലീബായുടെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വേർതിരിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരട്ടെ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ഇന്നയോളം ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം,
ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച കർത്താവെ, മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഭവനമായിരിക്കാൻ അവിടുന്ന് കൃപ നൽകണമേ. തിരുവചന ധ്യാനത്തിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യേക സ്ഥാനമായി ഇതിനെ അവിടുന്ന് സ്വീകരിക്കണമേ. കൂട്ടായ്മയ്ക്കും സംഭാഷണത്തിനുമുള്ള ഈ മുറിയിൽ പിതാവേ തിരുസാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ. സത്യമായതൊക്കെയും ധനമായതൊക്കെയും നീതിയായതൊക്കെയും സത്യത്തിയായതൊക്കെയും സത്യമോ പുകഴ്ചയൊക്കെയും സംഭാഷണ വിഷയമാകുവാൻ കൃപ നൽകണമേ. ധ്യാനിച്ച് ഭവൻ വന്നും മൗനമായിരിക്കാൻ കൃപ നൽകണമേ. കണ്ണുകൊണ്ട് കാണാതെ, നാവുകൊണ്ട് സംസാരിക്കാതെ, മനസ്സുകൊണ്ട് ചിന്തിക്കാതെയും ഇന്ത്യയിലാണ്ട് കിടക്കുമ്പോൾ ഉറക്കമില്ലാതുള്ളതായ കർത്താവേ, നിന്റെ മക്കളെ നിന്റെ കൃപയിൽ കാത്തുകൊള്ളണമേ. അനുഗ്രഹിക്കണമേ. തങ്ങളുടെ കിടക്കമേൽ നിന്നെ ധ്യാനിച്ച് മൗനമായിരിക്കാൻ അവർക്ക് കൃപ നൽകണമേ. കണ്ണുകൊണ്ട് കാണാതെയും, നാവുകൊണ്ട് സംസാരിക്കാതെയും, മനസ്സുകൊണ്ട് ചിന്തിക്കാതെയും നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ ഉറക്കമില്ലാതുള്ളവനായ കർത്താവേ, നിന്റെ കൃപയിൽ ഇവരെ കാത്തുകൊള്ളണമേ. കൃപ തരണമേ. നിന്റെ ജീവന്റെ അപ്പമായ കർത്താവേ, നീ ഞങ്ങൾക്ക് പ്രതിദിനം നന്മയായിരിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് അവരെ സഹായിപ്പാൻ ഉദാര മനസ്സ് ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. എല്ലാ വസ്തുക്കളെയും ഞങ്ങളുടെ നന്മയ്ക്കും പോഷണത്തിനുമായി നൽകുന്ന സ്വർഗസ്ഥ പിതാവേ, ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും വിപണനം ചെയ്യുന്നവർക്കും പാചകം ചെയ്യുന്നവർക്കും വേണ്ടി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേകരുടെ പ്രയത്നങ്ങൾ ഞങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് നിദാനമായിരിക്കുന്നു എന്നോർത്ത് അവരോട് നന്ദിയുള്ളവരായിരിക്കാൻ നിന്റെ മക്കൾക്ക് സഹായിക്കണമേ. അനുഗ്രഹിക്കണമേ. തങ്ങളുടെ കിടക്കമേ നിന്നെ ധ്യാനിച്ച് മൗനമായിരിക്കാൻ അവർക്ക് കൃപ നൽകണമേ. കണ്ണുകൊണ്ട് കാണാതെയും, നാവുകൊണ്ട് സംസാരിക്കാതെയും, മനസ്സുകൊണ്ട് ചിന്തിക്കാതെയും നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ ഉറക്കമില്ലാതുള്ളവനായ കർത്താവേ, നിന്റെ മക്കളെ നിന്റെ കൃപയിൽ കാത്തുകൊള്ളണമേ. ലഭിക്കുന്നതിന് നിന്റെ മക്കളുടെ വിശ്രമത്തെയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ കിടക്കമേ നിന്നെ ധ്യാനിച്ച് മൗനമായിരിക്കാൻ അവർക്ക് കൃപ നൽകണമേ. കണ്ണുകൊണ്ട് കാണാതെയും, നാവുകൊണ്ട് സംസാരിക്കാതെയും, മനസ്സുകൊണ്ട് ചിന്തിക്കാതെയും നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ ഉറക്കമില്ലാതുള്ളവനായ കർത്താവേ, നിന്റെ മക്കളെ നിന്റെ കൃപയിൽ കാത്തുകൊള്ളണമേ. തിരുസാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും സംഭാഷണ വിഷയമാക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും മനുഷ്യനായി ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ
Barkimor Saman Galos ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഭവനവാഴിന്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകും. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ. ഹാഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്ദ്യനായി പരദേശിയായി, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ. ഏകനായി നിന്ദ്യനായി പരദേശിയായി, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ. സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച് നാഥനെന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച് നാഥനെന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും.
God of creation, there at the start, before the beginning of time. With no point of reference, you spoke to the dark and fleshed out the wonder of life. And as you speak, 100 billion galaxies are born. In the vapor of your breath, the planets form. And if the stars were made to worship so alive, I can see your heart in everything you make. Every burning star, a signal fire of grace. And if creation sings your praises, so will I. God of your promise, you don't speak in vain, no syllable empty your voice. For once you have spoken, all nature and science follow the sound of your voice. As you speak, 100 billion creatures catch your breath, evolving in pursuit of what you said. And if it all reveals your nature so alive, I can see your heart in everything you say. Every painted sky, a canvas of your grace. If creation still obeys you, so will I. So will I. So will I. As the stars were made to worship, so will I. As the mountains bow in reverence, so will I. And if the oceans roar your greatness, so will I. For if everything exists to lift you high, so will I. And if the wind goes where you send it, so will I. If the rocks cry out in silence, so will I. If the sum of all our praises still falls short, we'll sing again 100 billion God of salvation, chase down my heart through all of my failure and pride. On a hill you created, the light of the world, abandoned in darkness to die.
And as you speak, 100 billion fairies disappear. Well, you lost your life so I could find it.